എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കള്ളപ്പം ഉണ്ടാക്കിയാലോ. കള്ളപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കള്ളൊഴിച്ചാണ് കള്ളപ്പം ഉണ്ടാക്കുന്നതെന്ന്. ശരിയാണ്, പണ്ടൊക്കെ കള്ളൊഴിച്ച് തന്നെയാണ് കള്ളപ്പം എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിവിടെ ഞാൻ കള്ളൊന്നും ഒഴിക്കാതെ ഉള്ള കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ തലേദിവസം വൈകിട്ട് ഒരു 1.5 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ അത് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അങ്ങനെ ഞാൻ രാവിലെയാണ് ഇത് അരച്ചിടുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നു. ഒരു 2 വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 സ്പൂണ് ഈസ്റ്റാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. കള്ളന് പകരം നമ്മൾ ഇവിടെ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചോറ് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കള്ളപ്പത്തിന് തേങ്ങ കൂടുതൽ വേണം. അതുകൊണ്ട് ഒരു 3/4 ഗ്ലാസ് തേങ്ങയും കൂടെ ഇട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇനി അരച്ചെടുക്കാം. ഇത്തിരി കട്ടിയിൽ വേണം കള്ളപ്പത്തിന് അരയ്ക്കാൻ. അങ്ങനെ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. ഇത് പുളിക്കാൻ വെറും 2 മണിക്കൂർ മതി. എന്നും ഇങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പം രാവിലെ അരച്ച് വെച്ചാൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ ഒരു 8 മണിയാകുമ്പോഴത്തേനും സൂപ്പറായിട്ടിത് പുളിച്ചിരിക്കും. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗമുള്ളൂ. ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. പുളിക്കാനായിട്ട് മൂടി വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പം കണ്ടോ, ഇത് നന്നായിട്ടും പൊന്തി വന്നത് കണ്ടോ. ഇപ്പോൾ ഈ പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾക്കിതറിയത്തില്ലാത്തത്. നല്ല ഭംഗിയായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഈ അപ്പത്തിന് ഒട്ടും പുളി കാണിയല്ലതാനും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ തലേ ദിവസം അരച്ചിടുമ്പം ചിലപ്പോൾ ഇങ്ങനെ പൊന്തി വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ അത് താണങ്ങ് ഇരിക്കും. എന്നിട്ട് അത് അപ്പം ചുടുമ്പോൾ ഒരു കട്ടിയാകും, താനും ഒരു ടേസ്റ്റും ഉണ്ടാകുകയില്ല. എന്നാൽ ഇത് രാവിലെ ഇങ്ങനെ അരച്ചിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിയിട്ടൊട്ടും താണു പോകത്തുമില്ല. അത് ചുട്ടെടുക്കുമ്പോൾ നല്ല സ്വാദുമാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശക്കല്ലിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ചീനിച്ചട്ടിയിൽ വേണമെങ്കിലും ചുടാം. പണ്ട് നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ ആയിരുന്നു ചുട്ടിരുന്നത്. ഇപ്പോൾ എളുപ്പത്തിന് എല്ലാവരും ദോശക്കല്ലിൽ ചുടും. ദോശക്കല്ലിൽ നമ്മൾ കള്ളപ്പം ചുടുമ്പം എപ്പോഴും മറിച്ചിട്ടാണ് ചുടുന്നത്. ദോശക്കല്ല് ഇത് കണ്ട് നല്ല കുമ്പളയൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടല്ലേ നോക്കിക്കേ. ഞാനിത് മറിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ മൊത്തം മാവും നമുക്ക് ചുട്ടെടുക്കാം. ചീനിച്ചട്ടിയിലാവുമ്പം ഇച്ചിരി നടുവൊന്ന് കട്ടി വന്നിട്ട് സൈഡ് ഇച്ചിരി കട്ടി കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ ദോശക്കല്ലിലാവുമ്പോൾ ഒരുപോലെ വരുമെന്ന് മാത്രം. ഞാൻ അങ്ങനെ നമ്മുടെ കള്ളപ്പം മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായ അപ്പമാണിത്. കള്ളൊന്നും വേണ്ട, വെറും 2 മണിക്കൂർ കൊണ്ട് ചോറും ഈസ്റ്റും മാത്രം ഇട്ടുള്ളത്. ഇത് ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടില്ല. കണ്ടോ, നല്ല സുന്ദരമായ കള്ളപ്പം ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കിത് എന്തായാലും ഈ കള്ളപ്പം ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. നിങ്ങൾക്കൊന്ന് മുറിച്ച് നോക്കാം ഒരെണ്ണം, എങ്ങനെയുണ്ടെന്നറിയാം. നല്ല സോഫ്റ്റായ നല്ല അപ്പം കണ്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.